അപ്പോൾ ഇന്നത്തെ വിഷയവും ന്യൂസ് ചാനൽസിൽ മൊത്തം വീണ വിജയൻ തന്നെയാണ്. വീണ വിജയനും ഇ ഡി റെയ്ഡും, ഇ ഡി വന്ന വാഹനം അടിച്ച് പൊട്ടിച്ച കുറേ അന്തം കമ്മികളായ കമ്മികളും. ഈ മണ്ടന്മാരുടെ അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഇ ഡി വീണ വിജയൻ നാളെ കുറ്റക്കാരിയാണ് എന്ന് കണ്ട് അവർക്ക് ശിക്ഷ കിട്ടിക്കഴിഞ്ഞാലടക്കം ഏറിപ്പോയ 2 3 അല്ലെങ്കിൽ ഒരു 5 കൊല്ലം അത്രേ ഉള്ളൂ. അതിൽ തന്നെ അവർക്ക് കുറേ പിഴയും അതും ഇതൊക്കെ ആയിട്ട് എല്ലാം കൂടിയും കൂട്ടിയിട്ട് അവർ 5 മാക്സിമം അടി. പക്ഷേ ഈ ഇ ഡി വന്ന വണ്ടി തല്ലി പൊട്ടിച്ച ഇവന്മാർക്കെതിരെ വരാൻ പോകുന്നത് ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ വധശ്രമമാണ്. മൂഞ്ചും, വട്ടത്തിലും നീളത്തിലും ത്രികോണത്തിലും മൂഞ്ചും. ലൈഫ് തന്നെ ഇല്ലാതാവും. കാരണം എന്താ, നാളെ ചോദ്യം ചെയ്യാൻ വരാൻ പോകുന്നത് NIA ആണെങ്കിലുള്ള അവസ്ഥകളൊന്നും ആലോചിച്ചു. ഉമ്മാർക്ക് ഹിന്ദി പോയിട്ട് മര്യാദയ്ക്ക് മലയാളം പറയാൻ അറിയോ? ഉമ്മാർക്ക് എന്ത് ചോദിച്ചാലും ഒരച്ചിലിട്ട് വാർത്ത പോലെയാണ് ഉമ്മാർ സംസാരിക്കുക. എനക്ക് ഞാൻ എല്ലാം ഒരു പിണറായി വിജയൻ്റെ ലൈനിലാണ് ഉമ്മാർ, ഈ കമ്മികൾ മൊത്തം. അങ്ങനത്തെ ഒരു അനുകരണമാണത്. അപ്പോൾ ഇവന്മാരുടെ അടുത്ത് നാളെ സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ് വന്നിട്ട് ചോദിക്കുകയാണ്, എന്തിനിത് ചെയ്തു, തൊക്യൂക്കിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാക്കാ കീക്കി ക്യൂക്കു എന്ന് പറഞ്ഞിരിക്കേണ്ട ഇവന്മാർ. ഹിന്ദി പോലും അറിയില്ല, ഇംഗ്ലീഷും പറയാൻ അറിയില്ല, മലയാളം തന്നെ മര്യാദയ്ക്ക് പറയാൻ അറിയില്ല. അങ്ങനെ ലൈഫ് മൊത്തത്തിൽ വീണ വിജയൻ 5 3 കൊല്ലം കൊണ്ട് പൊടിയും തട്ടിപ്പോരും. 10 20 15 കൊല്ലമായിട്ട് കുടുംബം വിറ്റ് ഇവന്മാരെന്ത് ചെയ്യണം, കേസ് നടത്തേണ്ടി വരും. പാർട്ടിയൊന്നും വരാൻ പോകുന്നില്ല, മനസ്സിലായ? അങ്ങനത്തെ മണ്ടന്മാർ കുറേ എണ്ണത്തിനെ കിട്ടിയതുകൊണ്ട് ഈ പാർട്ടിയിലെ കുറച്ച് നേതാക്കന്മാർ കഴിച്ചിലായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഇന്നലെ അവിടെ എത്ര നേതാക്കന്മാരുണ്ടായിരുന്നു ഈ നടന്ന സ്ഥലത്ത്, ഈ സ്പോട്ടിൽ? ശിവൻകുട്ടി ഉണ്ടായിരുന്നു, ബ്രിട്ടാസ് ഉണ്ടായിരുന്നു, ആ BK വിനീഷ് കോടിയേരിയും കണ്ട് പിടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് വണ്ടീന് മുന്നിൽ ചാടി. എന്നിട്ട് മാറി നിൽക്കടാ എന്ന് പറഞ്ഞ് നിങ്ങളോട് അലന്ന് കരഞ്ഞ് പറഞ്ഞില്ലേ അയാൾക്കറിയാം, അയാൾക്ക് അത്യാവശ്യം ഇതിനെക്കുറിച്ചുള്ള ബോധവും ഇവരുണ്ട്, കാരണം അനുഭവിച്ചതാണ്. കേട്ടില്ല. എന്താണെങ്കിലും ഒരു നേതാക്കന്മാരും ഇതിൽ പെട്ടിട്ടില്ല, ഒരു നേതാക്കന്മാരെ മക്കളും ഇതിൽ പെട്ടിട്ടില്ല. പാവം അന്തം കമ്മികൾ കുറച്ചെണ്ണം വണ്ടി മാസ് കാണിക്കാൻ, ഷോ കാണിക്കാൻ വേണ്ടി അടിച്ചു പൊട്ടിച്ചു. അതോ ആരെ വണ്ടി? ഇ ഡി ആയിട്ട് എന്തെങ്കിലും ബന്ധമുള്ള വണ്ടിയാണോ ഇത്? അല്ല, ഒരു പാവപ്പെട്ടവൻ്റെ വണ്ടി. ആ ചേട്ടൻ പറഞ്ഞതാണ് ഏറ്റവും സങ്കടമായത് എനിക്ക്. ആ പാവപ്പെട്ടവൻ ഇത് കിട്ടാൻ വേണ്ടി ഒരു തൊഴിലിൻ്റെ ഭാഗമായിട്ട് ഇ ഡി അവർക്ക് അറിയാൻ പാടില്ലടി, ആ ചങ്ങാതി വണ്ടി എടുത്ത് പോയതാണ്. ലാസ്റ്റ് അത് മൊത്തം തല്ലിപ്പൊട്ടിച്ച് മാസമായിരിക്കും. അയാൾ പറയുന്നൊന്ന് കേട്ടോ. ഭയപ്പെടില്ല. പിന്നെ ഇത്രയും ആൾക്കാർ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ സാധാരണ ഈ പാർട്ടിക്കാരും തൊഴിലാളികളൊക്കെയാണ്. പക്ഷേ ജനക്കൂട്ടം അത് മനസ്സിലാക്കുന്നില്ല. ഇത് ടാക്സി, നമ്മൾ ഓടുന്ന വണ്ടികളാണ്, അന്നന്ന് ഓടി നമ്മൾ ജീവിക്കുന്നവരാണ്. അത് ഈ ആക്രമിച്ചവരാരും നോക്കുന്നില്ലല്ലോ. അല്ലെങ്കിൽ നമ്പർ പ്ലേറ്റ് ഇ ഡി അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് വണ്ടിയാണെങ്കിൽ പകർത്തൽ കുഴപ്പമില്ല. ഇത് ഞങ്ങൾ സ്വന്തം കാശ് കൊടുത്തെടുക്കുന്ന വണ്ടികളാണ്. അതിങ്ങനെ വന്ന് എടുത്തപ്പോഴത്തേക്ക് അവർ അടിച്ചു പോയി. വിഷമമുണ്ട്, നമ്മൾ ജീവിതമാർഗ്ഗമല്ലേ. ചേട്ടനും CP അനുഭവിയാണല്ലേ? ആ അനുഭവിയാണ്. എന്തല്ലേ ആ ചങ്ങായിൻ്റെ ചിരിയിലുണ്ടായില്ല. ഈ വരുന്ന അന്തം കമ്മികൾക്ക് താരെ വണ്ടിയോ നോക്കാനുള്ള ഒരു ബോധമൊന്നുമില്ല. ഇവർക്ക് പാർട്ടി ഓഫീസിൽ നിന്ന് ക്യാപ്സ്യൂൾ കിട്ടും. ആ ക്യാപ്സ്യൂളിൻ്റെ ബലത്തിൽ ഇവർ പോയിട്ട് ഈ പറഞ്ഞ പരിപാടിയെല്ലാം കാണിക്കും. പിന്നെ റഹീമിനെ പോലുള്ളവരുണ്ടല്ലോ, പല വേദികളിലും ചെന്നിട്ട് ഞങ്ങളെ തൊട്ടാൽ ഞങ്ങൾ തിരിച്ചടിക്കും, ഞങ്ങളോട് കളിക്കരുത് എന്നൊക്കെ പറയുന്ന റഹീമിനെ പോലുള്ള ലുട്ടാപ്പി ടീംസ് എരികേറ്റി വിടും. അപ്പോൾ പോയി ഇമ്മാതിരി മണ്ടത്തരം കാണിക്കാൻ കുറേ കമ്മികളുള്ളതുകൊണ്ട് ഈ പാർട്ടി നിലനിന്ന് പോണു. പാർട്ടിക്കാരോടാണ് പറയാനുള്ളത്, നിങ്ങളുടെ നാഷണൽ ലീഡർ എന്ന് പറഞ്ഞ് വെച്ച സാധനത്തിനെ അടക്കം തൂക്കിയെടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞ ദിവസം അവിടെ പ്രതിഷേധിച്ചിട്ട് അങ്ങ് ഡൽഹിയിൽ. വവ്വാലും കുട്ടീനെ തൂക്കിക്കൊണ്ടുപോകണ പോലെ തൂക്കിക്കൊണ്ടുപോയെ, മനസ്സിലായോ ബേബിക്കുട്ടനെ? അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് വീണയ്ക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ കേസ് നിങ്ങളെ തലയിൽ അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലത്. ഇനി അത് പോട്ടെ, ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി ഈ ചങ്ങായിക്ക് എന്തോ നഷ്ടപരിഹാരം ചെയ്തു കൊടുക്കാമെന്നൊക്കെ ഇന്ന് റഹീമും ടീമും വന്ന് പറയാനായിട്ട് കണ്ടിട്ടുണ്ട്. ഇയാളെ പാർട്ടിയിലെ ഏതോ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരൊക്കെ വിളിച്ച് ഈ പാവം ടാക്സി ഡ്രൈവറോട് സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. നന്നാക്കി കൊടുത്താൽ നല്ലതേ. അല്ല ഒരുത്തൻ്റെ വയറ്റത്തടിച്ചിട്ട് വേണ്ടല്ലോ നിങ്ങൾക്ക് ഈടിക്കിട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് നന്നാക്കി കൊടുത്താൽ നമുക്ക് ആ ടൈമിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. എനിക്ക് തോന്നുന്നില്ല അവന്മാർ നന്നാക്കി കൊടുക്കുന്നുള്ളൂ. ഇന്നലെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു മീമ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. ജോർജ് കുട്ടി പിണറായി, മകൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ജോർജ് കുട്ടി ഇളകണ പോലെയാണ് പിണറായി വിജയൻ ഇളകിയിട്ടുള്ളത്.
സാധാരണ ഈ ഇലക്ഷനിലൊക്കെ ജയിച്ചു കഴിഞ്ഞാലാണ് ഇൻക്ലാബ് സിന്ദാബാദ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പുറത്തേക്ക് വരും, ബൂത്തിൻ്റെ പുറത്തേക്ക് അല്ലെങ്കിൽ പാർട്ടി ഓഫീസിൻ്റെ പുറത്തേക്ക്. ഇത് സ്വന്തം വീടിൻ്റെ പുറത്തേക്ക് ഇ.ഡി പോയതിൽ സന്തോഷിച്ച് കൈ പൊക്കി വരുന്ന ഒരുത്തനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെയും കുറേ ജന്മങ്ങൾ. എന്നിട്ട് ആ സീൻ ഓർമ്മയില്ല എനിക്ക്. പിണറായി വിജയൻ്റെ ഇങ്ങനെ വന്ന സാധനം, അത് ഒന്നും കിട്ടിയില്ല, ഇ.ഡിക്ക് ഒന്നും കിട്ടിയില്ല. ഇ.ഡി മറ്റേ വെറും കൈയോട് കൂടി തിരിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് ക്യാപ്സ്യൂളുകൾ പല സ്ഥലങ്ങളിൽ കൊണ്ടുവന്നിട്ട ചേട്ടന്മാരോടാണ് പറയാറുള്ളത്, മടിയിൽ കനമില്ലാത്ത, കയ്യിൽ മറ്റേ കട്ടതിൻ്റെ തഴമ്പില്ലാത്ത മുഖ്യമന്ത്രിൻ്റെ മകളും 242 ബാങ്ക് അക്കൗണ്ടുകളും അതിൽ 18 കോടി രൂപയും ഇതാണ് ഇ.ഡി ഫ്രീസ് ചെയ്ത് വിട്ടത്. ആലോചിക്കണം, ഈ അമ്മേൻ്റെ പെൻഷൻ പൈസയ്ക്ക് എക്സാലോജിക്ക് കമ്പനി തുടങ്ങിയ ആളാണ് വീണ ടി. ഓക്കെ, വീണ വിജയൻ. ആ വീണ വിജയൻ ഇപ്പോൾ 242 അക്കൗണ്ട് ഉണ്ട്, അതിൽ 18 കോടി രൂപ ഉണ്ട്. എപ്പടി ഇനി പേഴ്സണൽ അക്കൗണ്ടിലേക്ക് വന്നതും അതിൻ്റെ വിവരങ്ങളൊക്കെ ഞാൻ വേറെ പറഞ്ഞുതരാം. അതൊക്കെ ന്യൂസിൽ വന്നിട്ടുണ്ട്, അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ കോടികളുടെ പരിപാടിയാണെന്നുള്ളത് ഇനിയെങ്കിലും ഈ കമ്മിപ്പൊട്ടന്മാരും മനസ്സിലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നാളെ ഇനിയും സെൻട്രൽ ഏജൻസീസ് വരും, അവരന്വേഷിക്കാൻ നിൽക്കും. അവരെ മൂട്ട് പോയി തൂങ്ങി വാലായി നിൽക്കരുത്, മനസ്സിലായോ? അവിടെ പോയി ഈ നേതാക്കന്മാർ പറയുന്നത് കേട്ട് വള്ളിയാവരുത്. അങ്ങനെ വള്ളിയായി ഒരുത്തന്നെ ഞാൻ വീഡിയോ വെച്ചേ, പോലീസ് പിടിച്ച സമയത്ത് പറയാം ഞാൻ SFIക്കാരനല്ല എന്ന്. എന്ത് ഗതികേടല്ലേ അവൻ്റെ ഒരവസ്ഥ. ഞാൻ SFIക്കാരനല്ല, ഞാൻ എന്ത് ചെയ്തു, ഞാൻ അതുകൊണ്ട് നടന്നു പോയിരുന്നു. എന്ത് ഗതികെട്ടാനാണ് അവൻ. അയ്യോ, അതങ്ങനെ പോയി. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഇന്നലെ വീണ വിജയൻ്റെ വീട് റെയ്ഡ് ചെയ്ത സമയത്ത് ED ഓഫീസേഴ്സ് പത്രക്കുറിപ്പ് പുറത്തിറക്കിയ സമയത്ത് അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്നലെ ചോദ്യം ചെയ്യലിൽ നിന്നും വീണയുടെ ഫോൺ പിടിച്ചെടുത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു പേഴ്സണൽ ഫോണാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. അതിന് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ചാറ്റുകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ED വൃത്തങ്ങൾ നിൽക്കുന്നത്. അത് തുറന്ന് പരിശോധിക്കണമെങ്കിൽ സ്വാഭാവികമായും വീണയുടെ സാന്നിധ്യത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ എത്രയും വേഗം വീണയെ ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി സമൻസ് അയക്കാനാണ് ED ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ ചാറ്റുകൾ ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ തെളിവുകൾ നശിപ്പിക്കുകയോ എന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കേണ്ടതുണ്ട്. അതിനാൽ കോടതിയിൽ ഹാജരാക്കും എന്നുകൂടിയാണ് അറിയാൻ സാധിക്കുന്നത്. ED ഉദ്യോഗസ്ഥരുടെ പത്രക്കുറിപ്പിൽ പറയുന്നത് 3 അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. HDFC ബാങ്കിലെ ഉൾപ്പെടെ 3 അക്കൗണ്ടുകളാണ് വീണയുടേതായിട്ടുള്ളത് മരവിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വീണയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിന്നും ചില ബാങ്ക് വിവരങ്ങളും മറ്റനുബന്ധ റെസിപ്റ്റുകളും ഒക്കെ കിട്ടിയെന്ന്. പക്ഷേ അതെന്താണ്, അത് ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കലിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള തെളിവുകളാണോ ഇടിക്ക് ലഭിച്ചതെന്ന് അവർ പുറത്തു വിട്ടിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരും. നിലവിൽ ED ഉദ്യോഗസ്ഥർ പറയുന്നത് പ്രകാരം ചില തെളിവുകൾ, ചില ബാങ്കുമായി ബന്ധപ്പെട്ട ഈ ട്രാൻസാക്ഷൻ നടത്തിയതുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിന്റെ ചില വിവരങ്ങൾ ഇത് മാത്രമാണ് പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ചില രേഖകൾ, ബാങ്ക് നിക്ഷേപവുമായി ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെടെയാണ് കണ്ടെടുത്തിരിക്കുന്നത്. അതിൽ വീണ വിജയന്റെ 3 അക്കൗണ്ടുകൾ, HDFC ബാങ്കിലെ ഉൾപ്പെടെ 3 അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ട് എന്നുകൂടിയാണ് ED പുറത്തിറക്കിയ കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. റെയ്ഡിന് പിന്നാലെ പ്രതികളുടെ 18.36 കോടി രൂപയുടെ 242 ബാങ്ക് അക്കൗണ്ടുകൾ അന്വേഷണ സംഘം മരവിപ്പിച്ചു എന്നുകൂടി ഇതിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതെ, അതായത് ഒന്നും വീണ വിജയനെ പൂട്ടാൻ മാത്രം ഇടിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ എൻ്റെ ഡിയർ കമ്മി സഖാക്കളെ നിങ്ങളെ മുന്നിലേക്ക് ഞാൻ വെച്ച് തരുന്നു. വീണയുടെ പഴയ ഫോണടക്കം കൊണ്ടുപോയിട്ടുണ്ട്. വീണ വിജയനോട് ഒരു വട്ടം ED ഇതേപോലെ എക്സ്പ്ലനേഷൻ ചോദിച്ച സമയത്ത് ഈ കമ്പനി എക്സ്പെൻഡിച്ചറിൻ്റെ സാധനങ്ങളും കമ്പനിയുടെ ഫിനാൻഷ്യൽ സാധനങ്ങളൊക്കെ CMRL-നായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏത് വിധേനയാണ് നിങ്ങൾ ഇതിൻ്റെ കാര്യങ്ങൾ നീക്കി? അതായത് ഒരു മെയിൽ അയച്ചിട്ടാണോ, ഓവർ എ കോളാണോ, അതിൻ്റെ തെളിവുകളുണ്ടോ എന്നൊക്കെ ചോദിച്ച സമയത്ത് വീട്ടിൽ പോയി ചായയും കുടിച്ചിട്ട് റെസിഡൻഷ്യൽ സ്ഥലത്ത് പോയി ഇരുന്നിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടാണ് ഇത് ഡീലാക്കിയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഉരുണ്ടുകളിയും പരിപാടികളൊക്കെ കളിച്ച വീണയാണ്. ഓക്കെ, പിന്നെ
ഒരു തരത്തിലുള്ള സേവനവും കൊടുക്കാതെ ഒരു കമ്പനിയിലേക്ക് ഇത്രയും കോടി രൂപ വാങ്ങുക എന്ന് പറയുന്നതിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവാഞ്ഞിട്ടാണോ? അതോ നിങ്ങൾ പിണറായി വിജയനോടുള്ള സ്നേഹം കാരണം മകളുടെ ഉടായ്പ് എടുത്ത്, പിണറായി വിജയനോടുള്ള സ്നേഹം കാരണം മകളുടെ ഉടായ്പ് എന്ന് ഞാൻ ഇപ്പം പറയുന്നതേ ഉള്ളൂ. നാളെ പിണറായി വിജയനെതിരെ അന്വേഷണം വരുമ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടി ക്ലാരിറ്റി വരും. സ്വപ്ന സുരേഷ് പണ്ട് പറഞ്ഞ കാര്യങ്ങളാണ് സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിച്ച് നോക്കുന്നത്. നാളെ വേണമെങ്കിൽ അത് വീഡിയോ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. കാരണം സ്വപ്ന സുരേഷ് വളരെ ക്ലിയറായിട്ട് ഈ വീണ വിജയൻ ഇതിൻ്റെ പിന്നിലൊരു കിങ് പിന്നാണ് എന്നുള്ളതൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുള്ള വിഷയങ്ങളാണ്. സ്പ്രിങ്ക്ലർ കേസും മറ്റേ സംഗതിയൊക്കെ വന്ന സമയത്ത് ആ സ്പ്രിങ്ക്ലർ കേസിലാണെങ്കിൽ പോലും ഈ പറഞ്ഞ എക്സാലോജിക്കിൻ്റെ പേര് അന്നും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതങ്ങനത്തെ കുറച്ച് വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും, അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, പാവപ്പെട്ടവന് വേണ്ടിയുള്ള പാർട്ടി, പാവപ്പെട്ടവൻ്റെ നേതാവ്. ഇപ്പോൾ ഈ വീണ 2000 ഒരു ഇൻ്റർവ്യൂ പറഞ്ഞ 2004 ഒരു ഒറാക്കിളിൽ ജോലിക്ക് കയറിയതാണ്. ഓക്കെ, ഒറാക്കിളിൽ ഒരാൾ ഇനിയിപ്പോൾ ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ആയി ജോലിക്ക് കയറുമ്പോഴൊക്കെ 2004 അവർക്ക് മേ ബി ഒരു 1 lakh rupees സാലറി അല്ലെങ്കിൽ 75,000 rupees സാലറി ഒക്കെ കിട്ടുമായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാളല്ലേ. അതൊക്കെ ഒരു 10 കൊല്ലത്തിനിപ്പുറം 2014 2016 ആകുമ്പോഴത്തേക്ക് ഓക്കെ, അമ്മേൻ്റെ പെൻഷൻ പൈസ എടുത്തു വെച്ച് തുടങ്ങിയ കമ്പനിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഞാനൊരു കമ്പനി സ്റ്റാർട്ടപ്പ് തുടങ്ങിയതിന് ശേഷം ഇത്ര കോടി രൂപയ്ക്ക് അക്കൗണ്ടിൽ വരാൻ മാത്രമേ ഞാനന്ന് ആലോചിച്ച് നോക്കിയത്. കുഴപ്പമില്ല, സേവനങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ കമ്പനിക്ക്. സേവനങ്ങൾ എന്താണെന്നുള്ളത് ഇന്നലെ ന്യൂസ് ചർച്ചയ്ക്കിടയിൽ അരുണിനോട് ചോദിച്ചിരുന്നു, അരുൺകുമാറിനോട്. ഉത്തരം ഒന്ന് കേട്ടോക്കെ. അരുൺകുമാർ CMR ഉപയോഗിക്കുന്ന 4 സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ്? പവർ ബിൽഡർ, MS ഓഫീസ്, ഔട്ട്ലുക്ക്, ടാലി. എന്ത് സംശയം ഉണ്ടോ? ഇത് മെയിൻറ്റെയിൻ ചെയ്യാനാണോ ഒരു കമ്പനി ഡെവലപ്മെന്റ് ആവശ്യം വേണ്ടി വരുന്നതാണ്. പവർ ബിൽഡർക്ക് എപ്പോഴും പ്രോട്ടീൻ പൗഡറും മറ്റേ മുട്ടയും കോഴിയൊക്കെ കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, അപ്ഡേറ്റ്സ് കൊടുക്കണം. അരുണേ, ഉളുപ്പില്ലാത്തരം വിളിച്ച് പറയുന്നതിനൊരു മിനിമം യോഗ്യത വേണ്ടേ? എങ്ങനെയും വെളുപ്പിച്ചെടുക്കുക, ഏത് രീതിയിലും ക്യാപ്സ്യൂൾ അടിക്കാമെന്നാണോ? MS ഓഫീസ്, പവർ പോയിന്റ്, പവർ ബിൽഡർ. ചെക്ക 10ാം ക്ലാസ് കഴിഞ്ഞ് പറഞ്ഞ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് ഇതിന് ഒരു ഇണ്ടിയും വേണ്ട പിണ്ണാക്കും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇനി അവരോട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞാൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകും. അതിൻ്റെ അത് മാത്രമല്ല, തിരിച്ചൊരു ക്വസ്റ്റ്യൻ അരുൺകുമാറിനോട്. ഈ പറഞ്ഞ വീണ വിജയൻ്റെ കമ്പനി വാങ്ങിയ പൈസയേക്കാൾ 75% കുറവ് പൈസയാണ് വീണ വിജയൻ്റെ കമ്പനി മാറിയതിനു ശേഷം വന്ന കമ്പനിക്ക് CMRL ഗ്രൂപ്പ് കൊടുത്തത്. അതായത് വീണ വിജയൻ്റെ കമ്പനി കൊടുത്ത സേവനങ്ങൾ ചെയ്തത് തന്നെ മറ്റേ കമ്പനി, വ്യത്യാസമൊന്നുമില്ല. വീണ വിജയൻ്റെ കമ്പനി എന്താണോ കൊടുത്ത അതേ സേവനങ്ങളിലാണ് വീണ വിജയൻ്റെ കമ്പനി മാറിയതിനു ശേഷം വന്ന കമ്പനി കൊടുത്തിട്ടുള്ളത് CMRL. പക്ഷെ വീണ വിജയന് കൊടുത്ത പൈസേനേക്കാൾ 75-80% കുറവ് പൈസയാണ് പുതിയ കമ്പനിക്ക് CMRL കൊടുത്തത്. അതും തന്നെ മനസ്സിലാക്കിക്കൂടെ അതിനൊരു വലിയ വേരിയേഷൻ ഇങ്ങനെ വന്നു എന്നുള്ളത്? പിന്നെ ഈ പറഞ്ഞ സേവനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇത്രയും കോടികൾ മുടക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കർത്താവാണോ? കഷ്ടം. ഇത് എന്താ പറയുക, കമ്മിയാളോട് ഇനി എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, മെഴുകലിനൊരു കുറവിട്ട് ഞങ്ങൾക്ക് കാണൂല. ഇനി വീണ വിജയൻ എത്ര കിട്ടിക്കാണും എന്നുള്ള ഡൗട്ട് ഉണ്ടാവുമല്ലോ. അത് SFIOൻ്റെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിനകത്തുണ്ട്. വീണയ്ക്ക് മാസം 5 ലക്ഷം രൂപ, വീണയുടെ കമ്പനി എക്സാലോജിക്കിന് 3 ലക്ഷം, മാസം 8 ലക്ഷം, അങ്ങനെ ഒരു വർഷം 96 ലക്ഷം. ആകെ 2,78 ലക്ഷം രൂപയാണ് കരിമണൽ കമ്പനിയിൽ നിന്ന് വീണ ടി കൈപ്പറ്റിയത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിന് പിന്നാലെ 2017 ജനുവരി മുതൽ 2020 ജൂൺ വരെയായിരുന്നു പണം നൽകൽ. 2019 ജനുവരിയിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ 1,72 ലക്ഷം രൂപ വീണയ്ക്ക് നൽകിയെന്നായിരുന്നു കണ്ടെത്തിയത്. എന്നാൽ ഇൻകം ടാക്സ് റെയ്ഡിന് ശേഷവും കരിമണൽ കമ്പനിയിൽ നിന്ന് വീണയുടെ അക്കൗണ്ടിലേക്ക് പണം ഒഴുകിയെന്നാണ് SFIO കണ്ടെത്തിയത്. കരിമണൽ കമ്പനി CMRL മാത്രമായിരുന്നു എക്സാലോജിക്കിന്റെ പ്രധാന വരുമാന മാർഗം. എക്സാലോജിക്കുമായുള്ള ഇടപാട് അവസാനിച്ചതിനു ശേഷം CMRL IT സേവനങ്ങൾക്കായി ATNA ടെക്നോളജീസ് എന്ന കമ്പനിയുമായി കരാറുണ്ടാക്കി. CMRLന് യഥാർത്ഥത്തിൽ IT സേവനങ്ങൾ നൽകിയ ATNA ടെക്നോളജീസിന് കിട്ടിയതിനേക്കാൾ 75 മടങ്ങ് അധികം തുക ഒരു സേവനവും നൽകാതെ വീണ കൈപ്പറ്റി. എക്സാലോജിക്കിന്റെ IT ഡെവലപ്പർമാർക്ക് പോലും കരിമണൽ കമ്പനിക്ക് എന്തെങ്കിലും IT സേവനം നൽകിയതായി അറിയില്ല. SFIOയ്ക്ക് മുമ്പാകെ ഹാജരായ വീണയ്ക്ക് CMRLന് സേവനം നൽകിയതിന്റെ ഒരു രേഖ പോലും ഹാജരാക്കാനായില്ല. ശശിധരൻ കർത്തയുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയാണ് ധാരണയിലെത്തിയതെന്ന് അവകാശപ്പെടുമ്പോഴും അതിനും തെളിവില്ല. പണമിടപാടിനായി അല്ലാതെ
ഒരൊറ്റ മെയിൽ സന്ദേശം പോലും ഇരു കമ്പനികൾക്കുമിടയിൽ ഉണ്ടായിട്ടുമില്ല. ഇതിനൊക്കെ പുറമെയാണ് 2015-ലും 2016-ലുമായി ശശിധരൻ കർത്തയുടെ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന കമ്പനി എക്സാലോജിക്കിന് 50 ലക്ഷം രൂപ വായ്പ നൽകിയത്. ഇതിൽ വീണ തിരിച്ചടച്ചത് 4 ലക്ഷം മാത്രം. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ SFIO ചുമത്തിയ കമ്പനികാര്യ ചട്ടം 447 വകുപ്പാണ് ED ഈ കേസിലേക്ക് എത്തിക്കുന്നത്. പാവപ്പെട്ട പാർട്ടീൻ്റെ പാവപ്പെട്ട മോള് കോടികളുടെ കണക്ക്. ഇനിയും കമ്മികൾ വന്ന് കരയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ എന്ത് പറയാനാണ് ആ മക്കളെ. നിങ്ങളുടെ ലൈഫ് ഈ പാർട്ടിയിൽ നിന്ന് തൊലഞ്ഞ് പണ്ടാറടക്കി നിങ്ങൾ കളയാൻ പാടില്ല. അത് നല്ലതൊക്കെ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തോ. എടാ, ഇത് ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ തന്നെ നമുക്ക് കിട്ടുന്ന കാര്യമല്ലേ. എന്ത് സർവീസ് കൊടുത്തിട്ട് ഇത്ര കോടി രൂപ ഒരു കമ്പനി വേറൊരു കമ്പനിക്ക് കൊടുക്കുക എന്നുള്ളത്, അതൊന്നും നിങ്ങൾ ജസ്റ്റ് അത് മാത്രം ഒന്ന് തിങ്ക് ചെയ്യും. മനസ്സിലായോ? കൊടുത്തുള്ള സർവീസുകൾ നിങ്ങൾ കേട്ടല്ലോ, MS ഓഫീസ്, പെയിൻറ്റ്, മറ്റേ കുറച്ച് കൊണ്ടുള്ള സാധനങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനൊക്കെ ഇത്രയും ലക്ഷം രൂപ വേണോടെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ മാസം എന്നുള്ളതാണ് ഞാൻ ഇത്തരവസ്ഥ. രസം എന്താണെന്നറിയോ, ഇതിൽ 2021 വരെയുള്ള കണക്കാണ് കാണിച്ചിട്ടുള്ളത്. 2021 ഈ വീണ വിജയൻ, പിണറായി വിജയൻ്റെ ഭാര്യ എല്ലാവരും കൂടി ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഏഷ്യാനെറ്റിൽ. ആ ഇൻ്റർവ്യൂവിനകത്ത് വീണ വിജയൻ പറയുന്നുണ്ട് ഇപ്രാവശ്യം പ്രശ്നത്തിലാണ്, അതായത് 2021 ഇൻ്റർവ്യൂ, ഇപ്രാവശ്യം പ്രശ്നത്തിലാണ്, രക്ഷപ്പെടും നോക്കട്ടെ എന്നൊക്കെ. ആദ്യം അതിൻ്റെ രണ്ട് പോർഷൻസ് ഉണ്ട് ഈ ഇൻ്റർവ്യൂവിൻ്റെ. ആദ്യത്തെ ഒരു പോർഷൻ പ്ലേ ചെയ്യാം. സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാന്നൊക്കെ ആലോചിക്കുന്ന എന്തായിരുന്നു ആ ജോലി മാറിയിട്ട്? അത് അച്ഛനും എന്നോട് പറയലുണ്ടായിരുന്നു, നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണം, എല്ലാ കാലവും ഇങ്ങനെ എംപ്ലോയി ആയാൽ മാത്രം പോരാ, സ്വന്തമായിട്ടും കൂടി ചെയ്യണം എന്നൊക്കെയുള്ള അച്ഛൻ പറയലുണ്ടായിരുന്നു. ബാംഗ്ലൂരാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ആൾക്കാരും എനിക്ക് ആ സമയത്ത് അതായിരുന്നു നല്ലതെന്ന് തോന്നി. പിന്നെ അതിന് ശേഷമാണ് തുടങ്ങിയത് കൊണ്ടുള്ള കോലാഹലങ്ങൾ വരെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വിഷയം വന്നപ്പോൾ പോലും വീണയുടെ പേര് വലിച്ചെടുക്കാൻ നോക്കിയല്ലോ, മറ്റേ എക്സാലോജിക്ക എന്ന് പറഞ്ഞ കമ്പനി. ആ വിവാദം എങ്ങനെയുണ്ട്? അത് ഫസ്റ്റ് വിവാദം തുടങ്ങുന്ന ഈ സ്പ്രിംഗ്ലർ വന്നപ്പോഴാണെന്ന് തോന്നുന്നു. കോവിഡിൻ്റെ സമയമായതുകൊണ്ട് നമ്മൾ സാധാരണ വെബ്സൈറ്റ് കാണുന്നില്ല, അല്ലെ കമ്പനീൻ്റെ വെബ്സൈറ്റ് അടച്ചു, അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒരു നേതാവ് പറയുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിക്കുന്നു, വിളിച്ചിങ്ങനെ എക്സാലോജിക്കിൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തെന്ന് പറയുന്നു. അപ്പോൾ അക്കൗണ്ട് നിൽക്കും ഫസ്റ്റ് എൻ്റെ മനസ്സിൽ പോകുന്നത് ബാങ്ക് അക്കൗണ്ടാണ്. അപ്പോൾ ഞാൻ ഉടനെ മൊബൈൽ നോക്കി, നമ്മൾ ബാങ്കിങ് മൊബൈലിലൂടെയാണല്ലോ ചെയ്യുക. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. പിന്നെ TV ഒന്ന് അപ്പോഴാണ് മനസ്സിലാകുന്നത് സാധാരണ വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് ഒരു സർവീസ് പ്രൊവൈഡർ ഉണ്ട്, അത് നമ്മൾ റിന്യൂ ചെയ്യണമായിരുന്നു. വർഷം ചെയ്യുന്നതാണ്. ഇപ്പോൾ സാധാരണ കാറിൻ്റെ ഇൻഷുറൻസ് നമ്മൾ സമയമാകുമ്പോൾ അവർ വിളിച്ചു പറയുമല്ലോ, ഇൻഷുറൻസ് റിന്യൂ ചെയ്യാൻ സമയമാണ്. അപ്പോൾ അതിനുള്ള ആ കോവിഡ് സമയത്ത് അവർ എംപ്ലോയീസൊക്കെ വർക്കിംഗ് ഫ്രം ഹോമാണ്. സാധാരണ ചെയ്യുന്നതിന് എതിരായിട്ട് അവർ അപ്രാവശ്യം മെയിൽ അയച്ചത് സ്പാമിലാണ് പോയിട്ടുണ്ടായിരുന്നത്, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇത് വരുമ്പോഴാണ് ഇത് ഹോസ്റ്റിംഗ് എക്സ്പയർ ആയതുകൊണ്ട് ആണ് ഇത് വന്നിരിക്കുന്നത്. ഹോസ്റ്റിംഗ് പിന്നെ തിരിച്ച് നമ്മൾ ചെയ്തപ്പോൾ അത് പിന്നെ വെബ്സൈറ്റ് അപ്പായി. പക്ഷെ അത് എന്തോ നമ്മൾ സ്പ്രിംഗ്ലറിന് വേണ്ടി ചെയ്തതാണ്, അല്ലെങ്കിൽ എന്തൊക്കെയോ ഹൈഡ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. സ്വന്തം കമ്പനീൻ്റെ വെബ്സൈറ്റിൻ്റെ ഹോസ്റ്റിംഗ് എക്സ്പയർ ആവുന്നത് പോലും ഇവർക്ക് അറിയില്ല. അതുപോലും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള വക്ക് ഇവർക്കില്ല. എന്നിട്ടാണ് ഇവർ CMRL പോലത്തെ ഒരു കമ്പനിയുടെ ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ കളികൾ നടക്കുന്ന കമ്പനിയുടെ സോഫ്റ്റ്വെയർസ് എല്ലാം കൂടി ഇവർ കടന്ന് ഉണ്ടാക്കി സേവനം കൊടുത്തു എന്നൊക്കെ പറയുന്നതല്ലേ. എന്തായാലും അച്ഛൻ തുടങ്ങാൻ പറഞ്ഞതാണല്ലോ. ഏത് അച്ഛനാണ് തുടങ്ങാൻ പറഞ്ഞത്? പറയും, കേൾക്കാം. അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ കുറേ നേതാക്കന്മാരൊക്കെ പറയുന്ന കേട്ടു. തീരെ അത് സ്പ്രിംഗ്ലറിൻ്റെ ഇഷ്യൂ, PWC ഇഷ്യൂ, എല്ലാത്തിനും നമ്മുടെ കമ്പനിയായിട്ട് ബന്ധമുള്ള ഒരാളെ പറ്റി ഇതൊക്കെ ഗൂഗിൾ ചെയ്ത് അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആൾക്കാർ എവിടെയാണ്, പക്ഷേ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി യാഥാർത്ഥ്യമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ വെച്ച് പറയുമ്പോൾ അത് എൻ്റെ മോനൊക്കെ ചിലപ്പോൾ ഈ TV പേര് കണ്ടപ്പോൾ എക്സാലോജിക് എന്നുള്ള വേർഡ് ക്യാച്ച് ചെയ്തു. അപ്പോൾ കേസ് എക്സാലോജിക് നട്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് അമ്മേനെ പോലീസ് പിടിക്കുമോ? ഞാൻ പറഞ്ഞില്ല, അമ്മേനെ പോലീസ് പിടിക്കുമല്ലോ. 2 ദിവസം മുന്നേ ഒരാൾ പറയണ്ടായിരുന്നു, മുഖ്യമന്ത്രിയുടെ മകൾക്ക് 100 കോടിയുടെ ആസ്തി ഉണ്ട്. ഇല്ല, ഉണ്ടെങ്കിൽ നന്നായിരുന്നു, അത്ര ഇല്ല, അൺഫോർച്ചുനേറ്റ്ലി അത്ര ഇല്ല, പകുതി പോലും ഇല്ല. ആ സ്റ്റാർട്ടപ്പ് അവസ്ഥ എന്തായാലും
ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് ഇപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു ട്രിവാൻഡ്രത്തോട്ട്. ആ ഷിഫ്റ്റിംഗ് വേറെ സ്റ്റേറ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റുമ്പോഴുള്ള ചില പേപ്പർ വർക്കൊക്കെ നടക്കണം. അതിൻ്റെ ഇതിലാണ് ഇപ്പോഴ്. സർവീസ് പ്രൊവൈഡിങ് എന്താണ് എക്സാക്ട്? ഞങ്ങൾ സോഫ്റ്റ്വെയറിലാണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കലായിരുന്നു. അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ചില പ്രോജക്ട്സ് ഒക്കെ എടുത്ത് ചെയ്യലുണ്ടായിരുന്നു. ഇത് സ്പ്രിംഗ്ലറുമായിട്ട് നമുക്കൊരു ബന്ധമില്ലല്ലോ. മുഖ്യമന്ത്രി ഹാൻഡിൽ ചെയ്യുന്നൊരു വകുപ്പാണ് IT. മുഖ്യമന്ത്രിയുടെ മോൾക്ക് IT ബില്ല് ഒരു ചെറിയ സ്റ്റാർട്ടപ്പ് ഉണ്ട്. അതുകൊണ്ട് വെച്ച് പറയാന്നല്ലാതെ വേറെ സ്പ്രിംഗ്ലറുമായിട്ട് ഒരു ബന്ധമില്ല നമുക്ക്. നിങ്ങൾ സ്റ്റാർട്ടപ്പ് അത് നഷ്ടത്തിലാണോ ശരിക്കും? വലിയ ലാഭത്തിലല്ല. ഈ കഴിഞ്ഞ വർഷം നമുക്ക് ഇത്തിരി പ്രശ്നമായിരുന്നു. കഴിഞ്ഞ ഈ കോവിഡ് പാൻഡമിക്കിന് ശേഷം നമുക്ക് ലേശം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതിനി റിവൈവ് ചെയ്തെടുക്കണം. ഈ ബുദ്ധിമുട്ട് വന്നു എന്നുള്ള കോവിഡ് പാൻഡമിക്കിൻ്റെ ടൈം എന്ന് പറയുന്നത് ഈ 2020-2021 ടൈമാട്ടാ. മനസ്സിലായി? അതായത് അവസാന ഘട്ട പൈസകൾ ഈ പറഞ്ഞ CMRL നിന്ന് എക്സാലോജിക്കിലേക്ക് വന്ന ടൈം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതൊക്കെ എങ്ങനെ കറക്റ്റ് മാച്ച് ആവണമെന്നുള്ളതല്ലേ. മനസ്സിലായോ? 100 കോടി ആസ്തിയില്ല, 50 കോടിയൊക്കെ വന്നാൽ അതിൽ അത്രയൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ കോടികളുടെ പരിപാടി ഉണ്ട് എന്നുള്ളത് ഏകദേശം ഉറപ്പല്ലേ. പിന്നെ IT ഡിപ്പാർട്ട്മെൻ്റ് അടക്കം കയ്യിൽ വെച്ചിരുന്ന മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ ഭരിച്ചിരുന്ന സമയത്ത്. അപ്പോൾ പിണറായി വിജയൻ്റെ മകൾക്ക് ഒരു IT സ്റ്റാർട്ടപ്പ് ഉണ്ട്, അതും സോഫ്റ്റ്വെയർ. മനസ്സിലായോ? ഏത് സ്കൂളുകൾക്ക് എഡ്യൂക്കേഷണൽ ടൂൾസ് ഉണ്ടാക്കി കൊടുക്കുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്പർ പരിപാടിയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഇവർക്ക് CMRL പോലത്തെ എന്ത് തെറ്റുന്നത്, ഈ കരിമണൽ കർത്തയുടെ കമ്പനി പോലത്തെ ഒരു കമ്പനിക്ക് പോയിട്ട് അവരുടെ ഓഡിറ്റ്സ് ക്ലിയർ ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ട് എത്ര ലോഡ് കരിമണൽ കൊണ്ടുപോയി, എത്ര ലോഡ് മുക്കി, എത്ര പാർട്ടിക്കാർക്ക് കൊടുത്തു എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് ഇപ്പോൾ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവുക. അമ്മ അവരെ വായം തന്നെ വരുന്നുണ്ടേ. എഡ്യൂക്കേഷൻ സെക്ടറിലേക്കാണ് ഇവർ എന്ത് ചെയ്യുന്നത്, സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? അതും CMRL തമ്മിൽ എന്ത് ബന്ധമെന്നുള്ളത് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. അപ്പോൾ അതും തന്നെ ഉണ്ട്. അച്ഛൻ IT അടക്കമുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ എടുത്ത് കയ്യിൽ വെച്ച ഒരു സമയത്ത് മകളെ കൊണ്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിപ്പിക്കുന്നു. ബാക്കി അച്ഛൻ നേരിട്ട് വാങ്ങാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ മകളെ കൊണ്ട് സ്റ്റാർട്ടപ്പിലേക്ക് തട്ടിപ്പിക്കുന്നു. കൊള്ളാം എന്താണെന്നുണ്ടെങ്കിലും. ഇപ്പോഴെങ്കിലും അന്വേഷണമൊക്കെ വന്ന് ഈ സാധനങ്ങൾ 1 by 1 ആയിട്ട് പുറത്ത് വരുന്നുണ്ടല്ലോ. നന്ദി, നമസ്കാരം. ഇനി സ്വരാജും ചിറ്റപ്പനും രണ്ടുപേരും 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടേ. ED ആരും ആക്രമിച്ചിട്ടില്ല. അക്രമം ഇങ്ങനെയൊന്നുമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇതൊരു അക്രമമേ അല്ല. സമാധാനപരമായി മാത്രമേ പ്രതിഷേധിക്കാൻ പാടുള്ളൂ എന്ന് ഇടതുപക്ഷ പാർട്ടികളുടെ എല്ലാം നേതൃത്വം കർശനമായി തീരുമാനിച്ചിരുന്നതാണ്. ഒരു തെറ്റായ നടപടിയെയും അതെ, നേതൃത്വം പറഞ്ഞാൽ കേൾക്കില്ല എന്നുള്ളത് ഇപ്പം മനസ്സിലായില്ല. എന്നാ നേതൃത്വത്തിൽ ഒഴിഞ്ഞു പോയിക്കോളെ ചങ്ങായി. നേതൃത്വം പറഞ്ഞിരുന്നു, കർശനമായി നിർദ്ദേശം കൊടുത്തിരുന്നു, നിങ്ങളാരും അക്രമാസക്തർ. ഇത് അക്രമമല്ല എന്നാണ് പറയുന്നത്. പിന്നെന്താ അക്രമം നിങ്ങൾ ചെയ്യാൻ പോണത്? ഇനി ED കേരളത്തിലേക്ക് വീണ വിജയൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വണ്ടി അടക്കം കത്തിച്ച് ചുട്ടി പണ്ടാറക്കി കളയും നിങ്ങൾ. അതാണ് നിങ്ങൾ അക്രമം ഇനി അടുത്ത് വെച്ചിട്ടുള്ളത്. നിങ്ങളെ പ്ലാൻ അതൊന്നും ആയിരുന്നില്ല. EDയെ കയറി ആക്രമിക്കുക. അപ്പോൾ പോലീസ് ലാത്തി ചാർജോ വിഷയങ്ങളോ ഉണ്ടാവും. നിങ്ങളെ കൂട്ടത്തിൽ തന്നെ ഒരാൾ നിങ്ങളെ ഒരു പ്രവർത്തനം പോട്ട് കളയും. ലാസ്റ്റ് പാർട്ടിക്ക് ഒരു രക്തസാക്ഷിനെ കിട്ടിയെന്ന് പറയുന്നു, കേസ് വഴി തിരിച്ചു വിടുന്നു. നൈസ് പ്ലാൻ അല്ലേ? സംഭവിക്കാം കേട്ടോ. നാളുകളിലും ഇതേ വിഷയം ചിലപ്പോൾ സംഭവിക്കാം. ഏതെങ്കിലും ഒരു രക്തസാക്ഷി ഇവർക്ക് വേണമെന്നുള്ളതാണ് ഇപ്പോൾ ഇവരുടെ ആവശ്യം എന്നുള്ള എനിക്ക് തോന്നുന്നത്. റെയ്ഡ് കഴിഞ്ഞ ഉദ്യോഗസ്ഥന്മാർ അവരൊരു പക്വമായ നിലപാടാണോ സ്വീകരിച്ചത്? ബോധപൂർവം ഒരു പ്രശ്നം ഉണ്ടാക്കാനല്ലേ ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചത്? സാധാരണഗതിയിൽ എന്താ ചെയ്യേണ്ടത്? ഒരു വലിയ ജനക്കൂട്ടം ക്ഷുഭിതരായിട്ട് പുറത്തു നിൽക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു. ആ ജനക്കൂട്ടത്തിന് നേരെ കാറുമെടുത്ത് പോകാൻ പറ്റുമോ? സ്വാഭാവികമായും പ്രതികരണം ഉണ്ടാകില്ലേ? അത് ശരി. ഇപ്പം കാറും കൊണ്ട് അവരുടെ ഡ്യൂട്ടിയും കഴിഞ്ഞ് പോകാൻ നിന്ന ED ഉദ്യോഗസ്ഥരാണ് തെറ്റുകാരല്ലേ? ചിറ്റപ്പൻ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ അതാണ്. നാളെ ചിറ്റപ്പത് മാറ്റിയും പറയണ്ടോ? ചിറ്റപ്പൻ പറയും ED ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം ആൾക്കൂട്ടത്തിലേക്ക് കാറിടിച്ച് കയറ്റി ഞങ്ങളെ പ്രവർത്തകരെ കൊല്ലാൻ നോക്കി എന്ന് വരെ പറയും. പട്ടച്ചോനെ, ഞാൻ തന്നെ ഇട്ട് കൊടുത്തു ബുദ്ധി. ചെങ്ങായി ചിലപ്പോൾ നാളെ ഇത് വന്ന് ഈ ക്യാപ്സ്യൂൾ ഇറക്കിയാലും ഇളക്കും. മനസ്സിലായില്ലേ? പറയാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവർക്ക് എവിടുന്ന് ക്യാപ്സ്യൂൾ കിട്ടിയാലും ഇവരെടുത്ത് പോക്കറ്റിൽ ഡേക്കേജ് സെൻറ്റർ കൊണ്ടുപോകണ ടീമാണ്. അവിടുന്ന് പിന്നെ അത് അവരുടെ സ്പെഷ്യൽ കുറച്ച് സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ചില വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ തട്ടും. ഞാനൊന്ന് ആലോചിച്ച് നോക്കുന്നത്, എന്തെന്ന് മണ്ടന്മാരല്ലേറ്റങ്ങൾ.
വീണ വിജയൻ എഗെയിൻ ഞാൻ പറയുന്ന ഒരു 4-5 കൊല്ലത്തെ കേസ് അല്ലെങ്കിൽ 2-3 കൊല്ലത്തെ കേസോട് കൂടിയിട്ട് അവർ ഈ സാധനത്തിൽ നിന്ന് അവർ പ്രതിയാണെങ്കിൽ പോലും അവരത് എന്ത് ചെയ്യും, തെറ്റ് ചെയ്തു എന്ന് കണ്ടാൽ പോലും അതിമ തീരും, അതിമ നിൽക്കുന്ന വിഷയങ്ങളേ ഉള്ളൂ. പക്ഷേ ഇഡിയുടെ വണ്ടി തല്ലി പൊട്ടിച്ചവന്മാരുടെ കുടുംബം കോഞ്ഞാട്ടയായ ഒരു അവസ്ഥയായി. എന്താലേ, എന്നിട്ട് ലാസ്റ്റ് പറയാം പിടിച്ച കൂട്ടത്തിലൊരു ഞാൻ SFI അല്ല എന്നുള്ളത്. എടാ ചെങ്ങ തല ചുറ്റും ക്യാമറ ഇപ്പോൾ പഴയ പോലെ അല്ല. എവിടെയെങ്കിലും അത് കയറി ചെന്ന് 2 പട്ടി ഷോ കാണിച്ച് പോരാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ AKG സെൻറ്ററിൽ നിന്നൊന്നും കേസ് നടത്താനുള്ള കാശൊന്നും നിങ്ങൾക്കൊന്നും തരാൻ പോണില്ല മക്കളെ. അതൊക്കെ ഈ പറഞ്ഞ പോലെ നാളെ തിഹാർ ജയിലിൽ ഉണ്ടയും മുടങ്ങി കിടക്കുന്ന സമയത്ത് ആലോചിക്കും ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി. വീണ വിജയൻ സുഖമായിട്ട് ഇനി നാട്ടിൽ കൂടി ഇറങ്ങി നടക്കും, ഇനി അവർ ബിസിനസ് ചെയ്യും, അവർ ഇനി അബ്രോഡ് പോകും, എല്ലാം ഉണ്ടാവും. നിങ്ങൾ തിഹാർ ജയിൽ സുഖജീവിതം. വീണ വിജയന് ടൂറ് മാലിദ്വീപ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൂറ് തിഹാർ ജയിലിലെ കക്കൂസിലേക്ക്. ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വ്യത്യാസം. അണികൾ, അടിമകൾ ഇത്ര കിട്ടാനും പറ്റിയില്ല.